ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹം. കാരണം ഈ വർഷം നമ്മോട് പറയാൻ പോവാൻ കുറച്ചും കൂടി മണിക്കൂർ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പേ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ അടുത്ത വർഷം നമുക്ക് പ്രതീക്ഷയുടെയും എന്താ പറയുക ഒരുപാട് ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും ഒക്കെ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2025 എന്നുള്ളത്. അത് ഓരോ വർഷം പിറക്കുമ്പോഴും നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടി ആകാംക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വരവേൽക്കുക. ഓരോ വർഷത്തെയും നമ്മൾ വരവേൽക്കുന്നത് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അല്ലെ. പിന്നെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം എന്നെല്ലാം നമ്മൾ വിചാരിക്കും. അപ്പോൾ എന്താ പറയണ്ടേ, ഞാൻ ഭയങ്കര ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എത്രത്തോളം അത് യാഥാർത്ഥ്യമാവുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കേട്ടാൽ നിങ്ങൾ ചിരിച്ചു പോകും. തൊട്ടതിനും പിടിച്ചതിനും ഞാൻ ഇനി കണ്ണീരൊഴുക്കൂല എന്നുള്ളൊരു പ്രതിജ്ഞ ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ട് ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ്. ചെറിയ കാര്യത്തിനായാലും എത്ര വലിയ കാര്യങ്ങളായാലും ഒരുവിധം ഞാൻ സഹിക്കാൻ ശ്രമിക്കും. തൊട്ടതിനും പിടിച്ചതിനും ഞാൻ കരയൂല എന്നുള്ളൊരു പ്രതിജ്ഞ ഞാൻ എടുക്കുകയാണ്. അതേപോലെ തന്നെ സ്വന്തം കാര്യം സിന്ദാബ എന്നുള്ളത് തന്നെയാണ് ഏതൊരു മനുഷ്യർക്കും അല്ലേ. നമ്മൾ നന്നാവണം, നമ്മൾ ശരിയാവണം, ഒരാൾ നന്നാവുന്നത് കണ്ടുകൂടാ, അങ്ങനെയൊക്കെ കുറെ ഇതുണ്ടല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മളെപ്പോലെ വേറൊരാളും കഷ്ടപ്പെടുന്നത് നമ്മൾ കാണാൻ ഒരിക്കലും ഇഷ്ടപ്പെടരുത്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടല്ല. ആ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മൾ നന്നാവണമെങ്കിൽ എങ്ങനെ എന്നറിയോ, നമ്മുടെ അയൽവാസി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ പരിചയത്തിലെ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരും കൂടെ നന്നാവട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ നന്നാവും. തീർച്ചയായും നമ്മൾ നന്നാവും. അല്ലാണ്ട് മറ്റുള്ളവരുടെ പതനം കാണാൻ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരെ പതനം അല്ല നമ്മൾ കാണുക, നമ്മുടെ പതനം അത് നമ്മളെ കൂടി ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ ഒരു കുഞ്ഞറിവാണ്, ഏതൊരു കുഞ്ഞറിവാണെങ്കിലും അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. 2025 വരുമ്പോഴത്തേക്ക് കൊച്ചു കൊച്ചു ടിപ്സുകൾ പറഞ്ഞു തരാം എന്ന നിലക്കും കൂടിയാണ് ഈ വീഡിയോ കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വയം നന്നാവുക, മറ്റുള്ളവരെ നന്നാക്കുക എന്നുള്ളത് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ വർഷത്തോടു കൂടി ഇത് തീരാനാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കുക. നമ്മുടെ പരിചയത്തിലുള്ളവരായിക്കോട്ടെ, നമ്മുടെ കുടുംബങ്ങളായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരും നന്നാവട്ടെ എന്ന് വിചാരിച്ച് അവർക്ക് പറ്റുന്ന സഹായങ്ങളായിക്കോട്ടെ, നമ്മളാൽ കഴിയുന്ന സഹായങ്ങളായിക്കോട്ടെ, അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ തന്നെ പടച്ചോന് നമുക്ക് എന്താവും, നമ്മുടെ ജീവിതവും നല്ല റാഹത്തിൽ നല്ല ഉയർച്ചയിൽ ഹൈറിലും ബർക്കത്തിലും ആക്കി തരും എന്നുള്ളതാണ് കേട്ടോ വിശ്വാസം. അപ്പോൾ ഞാൻ ഈ ഒരു വർഷം തീരാനാവുമ്പോഴത്തേക്ക് അടുത്ത വർഷം നാളെ തുടങ്ങിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ കൂട്ടുകാരെ. അതിനുള്ള ഒരു ടിപ്സാണ്, മെയിൻ ആയിട്ടുള്ള ഒരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു ടിപ്സാണ്. ഖുർആൻ തന്നെയാണ് കേട്ടോ, ഖുർആൻ തന്നെയാണ്. ഖുർആൻ വിട്ടിട്ട് ഒരു കളിയും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഈ ഖുർആനിലുള്ള ഞാൻ അസ്സൽ സുന്നിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാ വീഡിയോസിലും, ഞാൻ മിക്ക വീഡിയോസിലും ഞാൻ പറയാറുണ്ട് അമ്പിയാ ഔലിയാക്കളിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ അവരെ മുൻനിർത്തിക്കൊണ്ട്, അല്ലാണ്ട് അവരോട് പ്രാർത്ഥിക്കാനല്ല പടച്ചവൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. പടച്ചവൻ അവർക്ക് അമ്പിയാ മുർസലീങ്ങൾക്ക് കൊടുത്തിട്ടുള്ള കറാമത്തുകളെ നമ്മൾ എന്താക്കുക, മുറുകെ പിടിച്ചുകൊണ്ട് പടച്ചവനോട് ചോദിക്കാനാണ് പടച്ചവൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അമ്പിയാ ഔലിയാക്കന്മാരെ ആരാധിക്കാനൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. ആ നിലക്ക് ഞാൻ നിങ്ങളോട് ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരട്ടെ. എന്തിനാണെന്നറിയോ, നിങ്ങൾ ഹലാലായ എന്ത് കാര്യവും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ 2025 തൊട്ടിട്ട് നിങ്ങളുടെ ജീവിതം ഹൈറിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് നല്ല കാര്യമായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പല പ്രശ്നങ്ങളായിക്കോട്ടെ, ഇന്നത് എന്ന് വെക്കണ്ടേ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. ജീവിതം എന്ന് പറയുന്നത് തന്നെ വല്ലാത്ത പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹസികതയാണ് ജീവിതം. അപ്പൊ ഈ ജീവിതത്തിൽ നമ്മൾ നല്ല നിലയിൽ നല്ല എന്താ പറയാ, നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ നല്ലൊരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. 313 വട്ടം ഫാത്തിഹ അസ്ഹാബുൽ ബദ്രീങ്ങളുടെ പേരിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ, നല്ല ഹാസിലോട് കൂടിയിട്ട്, എങ്ങനെ നല്ല മനസ്സ് വെച്ചിട്ട്, മനസ്സൊരിടത്തും നേരാവെങ്കിൽ നേരാട്ടെ ചെല്ലി നോക്കാം.
അങ്ങനെ പാടില്ല. അത്രയും വിശ്വാസം കൊണ്ട് നമ്മൾ ചെല്ലുന്നാണെങ്കിൽ വിജയം ഉറപ്പാണ്. ഞാൻ അത്രയും നിങ്ങളോട് ധൈര്യത്തിൽ പറയണമെന്നുണ്ട് വെച്ചെങ്കിൽ അത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് അതിൻ്റെ അനുഭവം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത്രയും നല്ല ധൈര്യത്തിൽ ഞാൻ പറയുന്നത്. അസ്ഹാബുൽ ബദരീങ്ങളെ പേരിൽ 313 വട്ടം ഫാത്തിഹ തെറ്റാണ്ട് ഓത് 313 വട്ടം ഒരേ ഇരിപ്പിൽ കേട്ടോ, ഒരേ ഇരിപ്പിൽ. ഇത് എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ്. അത് പ്രകാരമാണ് ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ഒന്നുമല്ല കേട്ടോ കൂട്ടുകാരെ, നിങ്ങളിൽ ഒരുവളാണ് ഞാനും. അപ്പം ഞാൻ ചെയ്തിട്ട് വിജയിച്ചൊരു കാര്യമാണ്. അപ്പം ഈ 2025 തൊട്ടിട്ട് നിങ്ങളെ ഏതാഗ്രഹവും പൂവണിയണമെങ്കിൽ ഈ ഒരു ഫാത്തിഹ, ഈ ഒരു ടിപ്സ് നിങ്ങൾ ഒന്ന് ജീവിതത്തിൽ പകർത്തി നോക്കൂ. വിജയം ഉറപ്പാണ്. കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചതിന് ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പടച്ച റബ്ബ് എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ അള്ളാഹ്ക്ക് എത്ര സ്തുതിച്ചാലും ഞാൻ മതിയാവൂല. കാരണം ഞാൻ കണ്ണീരൊഴുക്കിയതിനൊക്കെ എൻ്റെ റബ്ബ് എനിക്ക് കൈനിറച്ച് തന്നിട്ടുണ്ട്. അത് ഹലാലായ ഏത് കാര്യമായി കഴിഞ്ഞാലും പടച്ച റബ്ബ് നമുക്ക് തരും എന്നുള്ളതിൽ ഒരു വിശ്വാസക്കേടും വേണ്ട സുഹൃത്തുക്കളെ. നിങ്ങൾ അതൊന്ന് ചൊല്ലി നോക്കൂ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്താ പറയാ, വിജയവും പരാജയവും അത് റബ്ബിന്റെ പക്കൽ നിന്നുള്ളതാണ്. അപ്പൊ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന വെച്ചാൽ നമ്മൾ കുറച്ച് ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളത്. നമ്മൾ ഈ ഞാനായി കഴിഞ്ഞാലൊക്കെ നമ്മൾ ഇരുന്ന് ഇങ്ങനെ കരയും, എന്താ എനിക്ക് ഇങ്ങനെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്ന, എന്താ ഇങ്ങനെ എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ സ്വയം ശപിക്കും അല്ലേ, വല്ലാത്തൊരു ജന്മം തന്നെ ആയിപ്പോയി, എന്തെന്നാ ഇത്, അങ്ങനെയല്ല നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ നിങ്ങളോട്, തവക്കല് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ റബ്ബാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ റബ്ബിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇപ്പോൾ ഒരു താഴ്ച ഉണ്ടെങ്കിൽ നാളെ ഒരു ഉയർച്ച റബ്ബ് തീർച്ചയായിട്ടും തരും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വെക്കുക കേട്ടോ. അതാണ് തവക്കല് കൊടുക്കുക. എല്ലാ റബ്ബിനെയും ഭാരം ഏൽപ്പിക്കുക. തവക്കല് കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. പ്രാർത്ഥന മുടക്കാണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ഫത്തിഹ് സൂറത്തെല്ലാം നമ്മൾ ഉസ്താദ്മാർ പറയുന്നത് കേട്ടിട്ടില്ലേ, 3 ദിവസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ 21 ദിവസം തുടർച്ചയായി സൂറത്തുൽ ഫത്തിഹ് ഓതിക്കഴിഞ്ഞാൽ ഉദ്ദേശ പൂർത്തീകരണത്തിന് നല്ലതാണ് എന്നെല്ലാം. അതെല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ കൂടി ഓരോ ദിവസവും നിങ്ങൾ, ഇനിയിപ്പം സ്ത്രീകളായി കഴിഞ്ഞാൽ നമുക്ക് എല്ലായ്പ്പോഴും ഖുർആന് ഓതാൻ പറ്റാത്ത അവസ്ഥകൾ വരും. അപ്പൊ ദിക്ർ എടുക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് അല്ലേ, ഏത് ടൈമിലും. അപ്പൊ ഞാനെല്ലാം ആ സമയത്തെല്ലാം ചൊല്ലിയിട്ട് എനിക്ക് ഫലം കണ്ടൊരു ദിക്ർ എന്ന് പറഞ്ഞാൽ യാ ഫത്താഹു യാ അല്ലാ. അത് 501 പ്രാവശ്യം ഞാൻ യാ ഫത്താഹു യാ അല്ലാ എന്നുള്ളത് ഡെയിലി നമ്മൾ 7 ദിവസം എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ മഗ്‌രിബിക്ക് ശേഷമോ അല്ലെങ്കിൽ അസറിന് ശേഷമോ ഒക്കെ സുബഹിക്ക് ശേഷമൊക്കെ നമ്മൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്താലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫലം കാണുമെന്നുള്ളതാണ്. കുറച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം, കുറച്ച് കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ. ഞാൻ പറഞ്ഞില്ലേ, അത്രയും മനസ്സുകൊണ്ട് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് അത് തവക്കല് കൊടുത്തുകൊണ്ട് എന്തായാലും നമ്മൾ അള്ളാഹിനെ അള്ളാഹ്ക്ക് ഭാരമേൽപ്പിച്ച് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഉത്തരം റെഡിയാണ്. അപ്പൊ ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും ഞാൻ പറയട്ടെ, 2025 നല്ല ആഗ്രഹങ്ങളെല്ലാം പൂവണിയുന്ന നല്ലൊരു വർഷമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വിജയം വരട്ടെ. അതേപോലെ തന്നെ എൻ്റെ എല്ലാ ഇടങ്ങേറും അതും പടച്ചോൻ തീർത്ത് തരട്ടെ. പിന്നെന്താ, ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നിസ്കാര കുപ്പായത്തിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്ര ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഔറത്ത് മറക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ അതിൽ അധികം വന്നിട്ടുള്ള ഒരു കമന്റ്സ് എന്ന് വെച്ചാൽ നിസ്കാര കുപ്പായത്തിൽ വന്നിട്ടുള്ള ഒരു കമന്റ്സ് ആണ്. അപ്പൊ നിസ്കാര കുപ്പായത്തിനാലെ വന്നത് കൊണ്ടൊന്നും ഞാൻ എൻ്റെ ഒരു അറിവ് പ്രകാരം വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഔറത്ത് മറച്ച, അതിൽ ഒരു സ്ത്രീ പറയുന്നുണ്ട് അവർ ഔറത്ത് മറച്ചിട്ടല്ലേ വന്നിട്ടുള്ളത്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് എന്നുള്ള കമന്റ്സ് ഞാൻ അധികം എന്താ പറയാ നെഗറ്റീവ്സ് ശ്രദ്ധിക്കാറില്ല കേട്ടോ. കാരണം അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എനിക്കിന്നിവിടെ കുത്തിരുന്ന് വർത്താനം പറയാനാവൂല.
അപ്പൊ അതുകൊണ്ട് അത് ഓരോരുത്തരെ ഇഷ്ടമായിരിക്കും. ഞാൻ എൻ്റെ ഔറത്ത് മറച്ച് വരുന്നതിനോട് നിസ്കാരക്കുപ്പായത്തിന് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ ഓരോരുത്തർ നിസ്കാരക്കുപ്പായത്തിന് കളിയാക്കുന്ന കോലത്തിലുള്ള നിസ്കാരക്കുപ്പായങ്ങൾ പല പുള്ളികളിലും പല കോലങ്ങളിലും പല വേഷങ്ങൾ എന്താ പറയാ പല മോഡലുകളിലും ഒക്കെ ആക്കിയിട്ട് യൂട്യൂബിൽ വന്നിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ എന്നും യൂസ് ചെയ്യുന്നത് വൈറ്റ് തന്നെയാണ് കേട്ടോ. വൈറ്റ് നിസ്കാരക്കുപ്പായം തന്നെയാണ്. അതിൽ ഒന്ന് വന്ന് സംസാരിച്ച, പക്ഷെ എനിക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി അത് ഊരി വെച്ചിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് തോന്നിയത്. ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എൻ്റെ അത്രയും അടുത്ത ഫ്രണ്ട്സുകളാണ് എന്നുള്ളൊരു ആ ഒരു ഇതിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാറ് കേട്ടോ. നമ്മൾ വീട്ടിലിരുന്ന് പറയുന്ന പോലെ അങ്ങനെ പറയുന്നതാ. ഇതിൽ ഒരു മായവും മന്ത്രമോ അല്ലെങ്കിൽ ഒരു അഭിനയമോ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അത് നമ്മളിപ്പം നമ്മളെ കൂടപ്പിറപ്പുകളോട് പറയുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് മാത്രം. ഒരു അറിവും ചെറുതല്ല. നമ്മുടെ ഇസ്ലാമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അറിവ് പകർന്നു കൊടുക്കുന്നത് എന്താണ്? സദക്കയാണ് അല്ലെ. നമ്മൾക്ക് അറിയുന്നത് ചിലവർക്ക് അറിയില്ല. ഓരോരുത്തർ പറയുന്നുണ്ട് അതിൽ ഇതെല്ലാം ഞങ്ങൾക്ക് അറിയുന്ന, ഓക്കെ, അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർക്കും കൂടിയിട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ചെങ്കിലും എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ എന്താ പറയുക സാധിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ കണ്ട ഖുർആന്റെ ഓരോ സൂറത്തുകളായാലും ആയത്തുകളായാലും ദിക്റുകളായാലും അതെല്ലാം എൻ്റെ റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് റബ്ബിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ് കേട്ടോ. അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നമുക്ക് മക്കളായിക്കോട്ടെ, വീടായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ജീവിത ചുറ്റുപാടുകളായിക്കോട്ടെ, നമ്മൾ ജീവിക്കുന്നതായിക്കോട്ടെ, അങ്ങനെ പല പല കാര്യങ്ങളും അള്ളാന്റെ അനുഗ്രഹങ്ങൾ തന്നെയാണല്ലേ. അപ്പൊ എൻ്റെ എല്ലാ പൊന്നു കൂട്ടുകാർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം എന്താ പറയണ്ടേ, നല്ല ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ ഞാൻ പറയാം, ആത്മാർത്ഥമായിട്ട് തന്നെ വീണ്ടും ഞാൻ പറയാണ്, നല്ല വർഷമായി തീരട്ടെ 2025 എന്ന് ആശംസിക്കുകയാണ്. അതേപോലെ നിങ്ങളെല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തെയും ചേർത്ത് പിടിക്കണം. നിങ്ങളെല്ലാവരും ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. എപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അറിവുകളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വർഷം കാണാം കേട്ടോ 2025. ഇത് ബൈ പോയി അല്ലേ, പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടി മണിക്കൂറുകൾ ബാക്കിയുള്ളൂ. അപ്പം എന്താ പറയണ്ടേ, എനിക്ക് ഒരുപാട് വിഷമം തന്ന ഒരു വർഷം കൂടിയാണ് 2024 കേട്ടോ. അത് ഞാനിപ്പോൾ എടുത്തു പറയും. കുറച്ച് വിഷമങ്ങൾ ഫിനാൻഷ്യലിയും മെന്റലി ഫിസിക്കലി ഒക്കെ തന്നിട്ടുള്ള ഒരു വർഷം തന്നെയാണ് 2024. അതുകൊണ്ട് മറക്കും ചെയ്യില്ല. പിന്നെ കുറച്ച് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബിൽ ആക്റ്റീവായത് 2024 അപ്പോൾ എൻ്റെ പൊന്നു കൂട്ടുകാരെ എനിക്ക് കിട്ടിയതും ഈ ഒരു വർഷമാണ്. അപ്പോൾ അതിന് ഞാനത് മറക്കും ചെയ്യൂല കേട്ടോ. പിന്നെന്താ പറയാൻ, ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥന മുടക്കരുത് കേട്ടോ. എനിക്ക് അതാ പറയാനുള്ളൂ, പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, അറിയുന്നവരുണ്ടാവും. അറിയാത്തവരോടാണ് ഞാൻ പറയുന്നത്. നമ്മൾ കൈ നീട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കൈ റബ്ബ് മടക്കൂല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ റബ്ബ് നമുക്ക് തന്നിരിക്കും, ഉറപ്പാണ്. അതിൽ ഒരിക്കലും നിരാശപ്പെടേണ്ട. നിങ്ങൾ നമ്മളോട് പിന്നെ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്ഷമയുള്ളവരായിട്ട് കാത്തിരിക്കാനാണ്. ക്ഷമിച്ച് സബൂറാക്കി കാത്തിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം നമ്മുടെ റബ്ബ് നമുക്ക് തരുന്നതായിരിക്കും. പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ശുഭാപ്തി വിശ്വാസം അതല്ലേ അല്ലെ, എല്ലാം ശുഭാപ്തി വിശ്വാസം അത് എപ്പോൾ മുറുകെ പിടിച്ച് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ റെഡിയാവും, ഓക്കെ ആവും, എല്ലാം ശരിയാവും എന്നുള്ള ആ ഒരു പോസിറ്റീവ് വൈബോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ പൊന്നു കൂട്ടുകാർക്ക്. ബൈ ബൈ, അസ്സലാമു അലൈക്കും. അടുത്ത വർഷം കാണാം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും എന്ന് പറയണ വീണ്ടും. ഓക്കെ.